ഇന്ന് നല്ല മഴയായിരുന്നു കേട്ടോ. മഴയുടെ ഒച്ചയും കേട്ട് ഇങ്ങനെ പൊതച്ചുമൂടി കിടന്നുറങ്ങുക പറയുന്നത് ഒരു പ്രത്യേക രസമായതുകൊണ്ട് തന്നെ എഴുന്നേൽക്കാൻ കുറച്ച് നല്ല ലേറ്റായി. 8 മണിയൊക്കെ ആയിട്ടുണ്ടെങ്കിലും ഒരു 6 മണി സമയമൊക്കെ തോന്നിക്കൊള്ളൂ കേട്ടോ. അപ്പോൾ അതിന് അധികം ഞാൻ പുറത്തേക്ക് നോക്കി ഇരിക്കുന്നില്ല. ഇന്നലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഒക്കെ കൊളമായിട്ട് കിടക്കുകയായിരുന്നു. നമ്മൾ ആ നോമ്പിൻ്റെ രീതിയിൽ ഇങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ള കാര്യമൊന്നും ഓർമ്മയില്ല. തലേ ദിവസം രാത്രി നമ്മൾ കടല വെള്ളത്തിലിടുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ആ ഒക്കെ ഒന്ന് മറന്നിട്ടുണ്ട്. ഇനി പഴയ റൊട്ടീനിലേക്കൊക്കെ കിടക്കണം. അപ്പോൾ ഇന്നലെ ഞാൻ മറക്കാതെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് പാടാതൊക്കെ വേഗം അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇതുമോന് സ്കൂളോ മദ്രസൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ തിരക്കൊന്നുമില്ല. എഴുന്നേൽക്കാൻ ലേറ്റ് ആയാലും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം ഗ്രീൻ പീസ് കറിയാണ് ഇന്നത്തെ പ്ലാൻ കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിത് ആ ഗ്രീൻ പീസ് നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇല്ല എല്ലാ പൊടികളൊക്കെ വാരി ഇടുന്നുണ്ട്. അതവിടെ അടുപ്പത്ത് വെച്ച് അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പൊടിയൊക്കെ ഒന്ന് കലക്കി വെക്കാം. അപ്പോൾ ഓരോന്നോരോന്നായി ഇട്ട് വെളിച്ചെണ്ണയും കുറച്ച് പാർന്നതാണ് നമ്മൾ മൂടി വെച്ചിട്ടുണ്ട് കുക്കറിട്ട്. അങ്ങനെ അവിടെ കടല വേവുന്ന നേരം ഞാൻ ഇവിടെ പൊടിയൊക്കെ ഒന്ന് കലക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആ ഒരു ദോശ ചുടുന്ന ചട്ടി വീണ്ടും ഒന്ന് നമ്മൾ പെരുന്നാൾക്ക് ബീഫൊക്കെ പൊരിക്കാൻ വേണ്ടി ഞാൻ ആ ചട്ടിയിലായിരുന്നു കേട്ടോ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ചട്ടി വീണ്ടും എന്താ പറയുക അപ്പം ചൂടുമ്പോൾ കിട്ടാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മുട്ടയൊക്കെ ഒന്ന് പൊരിച്ചെടുത്തു. എണ്ണ തേച്ച് അതിനെ മയക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ദോശ അത് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്നോരോന്നും ദോശ ചുടുന്ന നേരം കൊണ്ട് മക്കൾ അങ്ങനെ എഴുന്നേറ്റ് വരുന്നുണ്ട്. ചുട്ട ദോശയൊക്കെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് അങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കടല തൂമിച്ചെടുക്കണ്ടേ. അപ്പോൾ ഞാൻ ഉള്ളി വാട്ടുന്നുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കും. പിന്നെ ഏറ്റവും ലാസ്റ്റൊക്കെയാണ് ഞാൻ ചിക്കൻ മസാലയും ഗരം മസാലയൊക്കെ ഇട്ട് കൊടുത്ത് കറി ഒന്ന് അടിപൊളിയാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് വിളമ്പി എന്താ പറയുക നമ്മുടെ മേശപ്പുറത്ത് കൊണ്ടുപോയി വെക്കാം. മക്കളൊക്കെ എണീറ്റ് വരുമ്പോൾ കഴിക്കാൻ അവർക്ക് കഴിക്കേണ്ട സമയമാകുമ്പോൾ കഴിച്ചോട്ടെ എന്ന് കരുതി ഒക്കെ ഞാൻ ടേബിളിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീനിട്ട് എഴുന്നേറ്റ് വന്ന പാടെ എന്നോട് ചായ ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനും നല്ല ചായ കുടിക്കാനുള്ള ഒരു മൂഡിലൊക്കെ ആയിരുന്നു. കാരണം സമയം ഇപ്പോൾ ഒരു 10-10:30 ആയിട്ടുണ്ട്. ഉണ്ടാക്കിയെല്ലാം റെഡി ആയപ്പോൾ അപ്പോൾ വേഗം ഞാൻ 2 ഗ്ലാസ് ഒരു ഗ്ലാസ് പാലെടുത്ത് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും പാർന്നിട്ട് നമ്മൾ ചായ ഉണ്ടാക്കേണ്ടത്. നമ്മുടെ കടുപ്പത്തിലുള്ള ചായ രാവിലെയൊക്കെ ഇതുപോലെ ചായ കുടിച്ചിട്ട് ഒരുപാട് ദിവസമായില്ലേ. അങ്ങനെ നല്ല ഏലക്കായ ഉണ്ടായിരുന്നു കേട്ടോ. അതൊത്തും എനിക്ക് തന്നതായിരുന്നു. നല്ല അടിപൊളി ഏലക്കായ ആയിരുന്നു. അപ്പോൾ അത് 2-3 എണ്ണം പൊട്ടിച്ചെടുക്കാൻ മടിയായിട്ട് ഞാൻ പല്ലുകൊണ്ട് കടിച്ചിട്ടുണ്ട്. അപ്പം അതാ ചായ അതിങ്ങനെ തിളച്ച് വന്നപ്പോൾ നമ്മൾ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നത് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നീനുട്ടി. കാരണം അവൾക്ക് അപ്പം കറിയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൾ കഴിക്കാതെ എന്നെ ഇങ്ങനെ കാത്തു നിൽക്കട്ടെ ചായ ആയിട്ട് നമുക്ക് രണ്ടൊക്കെ ഒരുമിച്ച് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതാ നിങ്ങൾ കഴിക്കട്ടെ. അപ്പോൾ ഞാൻ ഇന്നും എന്താ പറയുക ഒരു ദോശയും കടലക്കറിയൊക്കെ കൂട്ടി ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് കഴിച്ച് എഴുന്നേറ്റ് കേട്ടോ. മൂപ്പർക്ക് കട്ടൻ ചായ മതിയായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തു. അങ്ങനെ കഴിച്ച് എഴുന്നേറ്റിട്ടുണ്ട്. ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. അങ്ങനെ ഞാനിത് ഡയറ്റ് ഇതുവരെ വീണ്ടും ആ ഡയറ്റിലേക്ക് വന്നിട്ടില്ല കേട്ടോ. ഇനി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അടുത്ത വീഡിയോയിൽ